നമസ്കാരം, വെൽക്കം ടു റിയാക്ഷൻ. അപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ വിശാലിന്റെ ഒരു സിനിമ പോലും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ എന്തോ പാരലൈസ്ഡോ ആകെ വയ്യായികയോ ഒക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. എന്തൊക്കെയോ ഹോസ്പിറ്റൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഇവര് അതിനെയൊക്കെ മറികടന്ന് ഒരു പുതിയ സിനിമയായിട്ട് വരികയാണ്. പടത്തിന്റെ പേര് മകുടം എന്നാണ്. പടത്തിന്റെ ട്രെയിലർ ഒന്ന് റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. കേക്കോ. ഓ, ആദ്യമേ തന്നെ വിചിത്രനാണല്ലോ. ഒന്നും മനസ്സിലാവുന്നല്ലോ. എന്താ മോനെ, ജിൽ പ്രകാശ് മ്യൂസിക്കൽ. വാ 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 വാ. VFX. എന്താ സോങ്സുകള്, ഇതെന്ത് സാധനം. ഗംഭീര സാധനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. GV പ്രകാശിന്റെ വക ഒരു രക്ഷയില്ല. 1 2 എത്ര 3 ലിസ്റ്റ്. പിന്നീട് തന്നെയാണോ സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ? ഏടാ മോനെ, വിശാല് തന്നെ സ്ക്രീൻ പ്ലേ ഡയറക്ഷനും GV പ്രകാശ് കുമാർ മ്യൂസിക്കൽ. ആ ടീസറിന്റെ സമയത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലേ, അത് കിടുക്കനായിട്ടുണ്ട്. നല്ല നല്ല ഞെരിപ്പ് ഐറ്റം. പടം ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനം നന്നായിട്ട് കത്തിക്കും. നല്ല ഞെരിപ്പ് സാധനം കേട്ടോ. ഇതിനകത്ത് പുള്ളി 3 റോള് ട്രിപ്പിളായിട്ട് തന്നെ. ഒന്ന് മീശക്കാരൻ, രണ്ടാമത്തത് ആ വെള്ള ഇട്ടിട്ടുള്ള ആ വെള്ളത്താടി വെള്ളമുടി, പിന്നെ ഒന്ന് ക്ലീൻ ഷേവ് വിശാല്. നല്ല നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ആക്ച്വലി. കാരണം ഒരാള് ഭയങ്കര ലീനായിട്ട്, മറ്റേ ആൾ കുറച്ചും കൂടി മാസം വന്നുണ്ട്. പിന്നെ ആ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള വിശാലാണെങ്കിൽ ഫുൾ ഒരു ബൾക്കി ബോഡി പോലെ തോന്നും. എങ്ങനെ ഉണ്ടാവോ? വിശാലിന്റെ 35ാമത്തെ സിനിമയാണ്. അമ്പോ, വെറുതെ അല്ല. സ്റ്റാറിങ് വിശാൽ, അഞ്ജലി, തുഷാര വിജയൻ. നല്ലൊരു കാസ്റ്റ് ഉണ്ട് കേട്ടോ. ജോൺ വിജയ്, ജയപ്രകാശ്, അജയ്, വംശി കൃഷ്ണ, അബു സലീം, അർജയ്, VJ ജാൻസി, പടം കുമാർ, സാബുമോന. എടാ മോനെ, സാബുമോനെ കൊള്ളാം. RB ചൗധരി ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ. ഡയറക്ടർ ഫോട്ടോഗ്രാഫി റിച്ചാർഡ് M നാഥൻ ആൻഡ് അഭിനന്ദൻ രാമാനുജൻ. ഡയറക്ടർ G ദുരൈരാജ്. ആക്ഷൻ ഡയറക്ടർ ദിലീപ് സുബ്രായൻ. എഡിറ്റർ NB ശ്രീകാന്ത്. നൈസ്. അടിപൊളി, ഒന്നും പറയാനില്ല. നല്ലൊരു ടീസറാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുഖം കത്തിച്ചത് അതൊരു ശോഭമായി. ഇനിയിപ്പൊ ട്രെയിലർ ഇറങ്ങിയുണ്ടല്ലോ, നോക്കാം. ജൂലൈയിലാണ് പടം റിലീസ്. അപ്പൊ നമുക്ക് ട്രെയിലർ എങ്ങനെയാണ് നോക്കാം. ഈ ടീസറിൽ സ്റ്റാർട്ടിങ് തന്നെ ഒന്നും മനസ്സിലാവണമെന്നില്ല, അങ്ങനെയാണല്ലോ ടീസർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ട്രെയിലറിന്റെ റിയാക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഈ ടീസറിന്റെ ഒരു ഹൈപ്പ് തരാൻ പറ്റിയ സാധനം ഉണ്ട് ടീസറിൽ. അതിനുള്ള മുതൽ സാധനം ഇറക്കിയിട്ടുണ്ട്. കാണാനും ഉണ്ട് ആക്ച്വലി, നല്ല രസമുണ്ട്. ഇനിയിപ്പോ ഈ ട്രെയിലർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനായിട്ട്. ഇതിപ്പോ അതിനകത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുക്കട VFX ഒക്കെ കാണുന്നുണ്ട്. പുള്ളി മറ്റേ ആ ബൈക്ക് ഓടിക്കുന്ന സീനിലും ഒക്കെ മറ്റേ ഗ്രീൻ സ്ക്രീനാന്ന് പക്ക മനസ്സിലാവുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലാണ് ഇടുക്കിയേക്കണേ. അപ്പോ ദിസ് വാസ് മകുടം ടീസർ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.